വീഡിയോ നമ്പർ 12ൻ്റെ ബാക്കി ഭാഗമാണിത്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പറുകൾ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നെങ്കിലും അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പെർമിസിബിൾ ബോറോയിങ് പവർ ഓഫ് PACS. ഒരു പാക്സിൻ്റെ MBP എത്രയാണെന്നാണ് ചോദ്യം. 150 ടൈം ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ടാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് 3 ഉള്ളത് KCS ആക്ട് പ്രകാരം. ഒന്ന് റിസർവ് ഫണ്ട്, അടുത്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, അടുത്തത് മെമ്പർ റിലീഫ് ഫണ്ട്. അപ്പോൾ അത് മൂന്നുമല്ലാത്തത് കോമൺ ഗുഡ് ഫണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പം അതാണ് ആൻസർ. നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ഡാഷ് ഓഫ് സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ്, ഡിവിഡൻഡ് ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ്. നോ പാർട്ട് ഓഫ് ഫണ്ട് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണേൽ നമുക്ക് എന്ത് കൊടുക്കാം? ബോണസും ഡിവിഡൻറ്റും കൊടുക്കാം. ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലാണ്ട് മറ്റൊരു ഫണ്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നെറ്റ് പ്രോഫിറ്റ് ആണ്. ലോൺസ് അണ്ടർ കൺസോഷ്യം ലെൻഡിങ് സ്കീം വിൽ ബി പ്രൊവൈഡഡ് ഓൺ. കൺസോഷ്യം ലെൻഡിങ് സ്കീമിൽ ലോൺസ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഗ്യാരണ്ടി മേലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഹാവിങ് 100% ലിക്വിഡ് കവർ. ഇതിൽ ബാലൻസ് ഇൻ SB അക്കൗണ്ട് ഉണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് ഉണ്ട്, ബാലൻസ് ഇൻ കറണ്ട് അക്കൗണ്ട്. 100% ലിക്വിഡ് കവർ ആവശ്യമുള്ളത് കറണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസിനാണ്. കാരണം എപ്പോൾ വന്ന് ചോദിച്ചാലും ആ എമൗണ്ട് കൊടുക്കണം. നോ സൊസൈറ്റി ഷാൾ ഡിസ്പോസ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വേർഡ് ബൈ സൊസൈറ്റി വിത്തൗട്ട്. അതായത് ഒരു സൊസൈറ്റിക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 പേരെ സാങ്ഷനാണ് വേണ്ടത്. ഒന്ന് ജനറൽ ബോഡിയുടെയും ഒന്ന് രജിസ്ട്രാറിൻ്റെയും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. prior sanction of general body and registrar. അടുത്ത ക്വസ്റ്റ്യൻ, the account of every society shall be audited within dash of close of financial year to which such account relate. അതായത് ഒരു അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് 6 മന്ത്സിനുള്ളിലാണ്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മന്ത്സിനുള്ളിലാണ് ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് ഓഫ് എവറി സൊസൈറ്റി ടു എൻഷുർ ദ അക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ആരുടെ ഉത്തരവാദിത്തമാണ് സൊസൈറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ബാലൻസ് ഷീറ്റ്, P&L കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. The enquiry under section 65 shall be completed within. എൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 മന്ത്സിനുള്ളിലാണ്. വേണമെങ്കിൽ അത് 1 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം കംപ്ലീറ്റഡ് വിത്തിൻ ചോദിക്കുകയാണെങ്കിൽ 6 മന്ത്സ് ആണ് ആൻസർ. The supervision under section 66 of KCS Act may include. സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ എന്തുമേലാണ് നടത്തുന്നത്, അതിലെന്താണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന്. ഇൻസ്പെക്ഷൻ്റെ അകത്ത് വരുന്നത് ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് സൊസൈറ്റി ആണ് വരുന്നത്. ബാക്കി ഒരു ഓപ്ഷനും വരില്ല. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വേറെ: വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാലുവേഷൻ ഓഫ് അസറ്റ് ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. എന്തായാലും ക്യാഷ് ബാലൻസ് ഒന്നും സൂപ്പർവിഷനിൽ വരില്ല. സൂപ്പർവിഷൻ നടത്തുന്നത് ബുക്സിലാണ്. അതുകൊണ്ട് തന്നെ ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് ദ സൊസൈറ്റി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ടു റെഡീം ദ ഡെപ്റ്റ്സ് ഓഫ് ഡിസീസ്ഡ് ബോറോവർ ഓഫ് എ സൊസൈറ്റി. ഓപ്ഷൻ ബി ടു പേ ദ സാലറി ടു ദ എംപ്ലോയി ഓഫ് എ സൊസൈറ്റി ഇൻ ലോസ്. ഓപ്ഷൻ സി ടു റീഫണ്ട് ദ ഡെപ്പോസിറ്റ് ഓഫ് ഡിസീസ്ഡ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻ ഡി ഫോർ ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് സേഫ് ഗാർഡിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി എഗെയിൻസ്റ്റ് എനി ലോസ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കുന്നത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Which of the following shall not be deemed to be dispute under section 69 of KCS Act? താഴെ തന്നിരിക്കുന്നതിൽ ഡിസ്പ്യൂട്ടായിട്ട് കണക്കാക്കാൻ പറ്റാത്തത് ഏതാണെന്ന്. ഓപ്ഷൻ എ ക്ലെയിം ബൈ സൊസൈറ്റി ഫോർ എനി ഡെപ്റ്റ് ഡ്യൂ ടു ഇറ്റ് ഫ്രം എ മെമ്പർ. അതെന്തായാലും എന്താണ്, ഒരു ഡിസ്പ്യൂട്ടാണ്. സൊസൈറ്റിക്ക് ഏതെങ്കിലും മെമ്പറിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതൊരു ഡിസ്പ്യൂട്ട്, മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമാണ്. എ ക്ലെയിം ബൈ ഷുവേർട്ടി എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അതും ഒരു ഡിസ്പ്യൂട്ടിൻ്റെ എക്സാമ്പിളാണ്. എ ക്ലെയിം ബൈ ഷുവേർട്ടി എഗെയിൻസ്റ്റ് കോ ഷുവേർട്ടി. ഷുവേർട്ടിയും കോ ഷുവേർട്ടിയും തമ്മിലുള്ള ക്ലെയിം
സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള തർക്കം ഡിസ്പ്യൂട്ടായിട്ട് കണക്കാക്കില്ല സെക്ഷൻ 69 പ്രകാരം. അതുകൊണ്ട് സി ആണ് ആൻസർ. ഡി വരുന്നതും ഡിസ്പ്യൂട്ടായിട്ട് കണക്കാക്കും. എനി ഡിസ്പ്യൂട്ട് അറൈസിങ് ഇൻ കണക്ഷൻ വിത്ത് എലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സൊസൈറ്റി, അത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്? ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്തത് ഓപ്ഷൻ എ കേരള ബാങ്ക്, ഓപ്ഷൻ ബി മലപ്പുറം DCB, ഓപ്ഷൻ സി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി റൂറൽ ബാങ്ക്സ്. റൂറൽ ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് അല്ല, പാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡി ആണ് ആൻസർ. The certificate issued in form number 12 under section 76 of KCS Act will enable the decree holder to execute the decree through revenue department. അതായത് ഡിഗ്രി നടപ്പിലാക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സിവിൽ കോർട്ട് മുഖാന്തരമാണ്. അപ്പോൾ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് അപ്പീൽ ബിഫോർ ദ ട്രിബ്യൂണൽ? ട്രിബ്യൂണലിന് മുന്നിൽ അപ്പീൽ വരാത്തത് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിബ്യൂണലിന് മുന്നിൽ അപ്പീൽ വരുന്നത് ആകെ 3 കേസുള്ളൂ. ഒന്ന് അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ആർബിട്രേറ്റർ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ട് ഇടുന്ന ഓർഡറിന്മേൽ, അല്ലെങ്കിൽ സെക്ഷൻ 69 ആരിടുന്നത്? സെക്ഷൻ 69 എന്ന് പറയുന്ന ഡിസ്പ്യൂട്ടാണ്. 17 പ്രകാരം 70 പ്രകാരം രജിസ്ട്രാർ ഇടുന്ന ഓർഡറിന്മേലും അപ്പീൽ പോകുന്നത് ട്രിബ്യൂണലിലോട്ടാണ്. അപ്പം ഇതിൽ ആൻസർ വരുന്നത് എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ ആണ്. അതൊരിക്കലും ട്രിബ്യൂണലിലോട്ടല്ല പോകുന്നത്, ബാക്കിയെല്ലാം ട്രിബ്യൂണലിലോട്ടാണ് പോകുന്നത്. The cooperative credit structure has been largely focused on. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ലാർജ്ലി ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ക്രെഡിറ്റിലാണ്. ഓപ്ഷൻ എ ത്രിഫ്റ്റ്, ഓപ്ഷൻ ബി സേവിങ്സ്, ഓപ്ഷൻ സി ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രെഡിറ്റിലാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ലാർജ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യുണീക്ക് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ്? കോപ്പറേറ്റീവിൻ്റെ യുണീക്ക് ഫീച്ചർ അല്ലാത്തത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, അത് ഫീച്ചറാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഫീച്ചറാണ്. ഡിപ്പെൻഡൻസ് ഫീച്ചർ അല്ല. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പർ ഫീച്ചറാണ്. അപ്പോൾ സി ആണ് ആൻസർ. മെമ്പേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സ് ഡാഷ് ആൻഡ് ഹെൻസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അതായത് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ്. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റൈറ്റ്ലി ലിവേർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ദാറ്റ്. അതായത് റൈറ്റ്ലി ലിവേർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കുതിച്ച് ചാട്ടമുള്ള സ്ഥാപനങ്ങളാണെന്നാണ് അതിനർത്ഥം. റൈറ്റ്ലി ലിവേർജ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു PACS അവരുടെ ഓൺഡ് ഫണ്ടിനേലും 150 ടൈം ബോറോ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടിട്ടാണ് അവരെ റൈറ്റ്ലി ലിവേർജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അവർ ഓൺഡ് ഫണ്ടിനേലും എന്തായിരിക്കും കൂടുതൽ ബോറോയിങ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ദെയർ ടോട്ടൽ ലയബിലിറ്റി എമൗണ്ട് ടു ദ ലാർജ് മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺഡ് ഫണ്ട്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗവേണിംഗ് ബോഡിയും ടീം ഓഫ് ഒഫീഷ്യൽസ്. നമ്മൾ നേരത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. ഗവേണിംഗ് ബോഡിയും ടീം ഓഫ് ഒഫീഷ്യലും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റ്? ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ complaints with regulatory requirement, option B minimize the interest rate risk, option C minimize the liquidity risk, option D deployment of funds so as to maximize the return. ഇതിൽ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് മിനിമൈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Such portion of reserve fund, other fund, paid up share capital, loans and deposit received by society and debentures issued as have not been invested in building and other fixed asset is called. ഇതെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷനാണ്. റൂള് 2Kൻ്റെ അകത്ത് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷനാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ഓഫ് ഡാറ്റ പ്രിപ്പയർഡ് ആസ് പെർ സെർട്ടൻ അക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് നോംസ് ആൻഡ് പ്രൊസീജിയർ ഈസ് കോൾഡ്. അതായത് നമ്മൾ ഇൻഫോർമേഷൻ ഓഫ് ഡാറ്റേനെ കറക്റ്റായിട്ടുള്ള ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് നോംസിലും പ്രൊസീജിയേഴ്സിലും എഴുതുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കളക്ഷനെയാണ് വിളിക്കുന്നത് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ ഡൗട്ട് വരും. ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ആനുവൽ അക്കൗണ്ട് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ആൻസർ.
KCC ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ആൻസർ ചെയ്തതാണ്. KCC യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ ഓൺഡ് ഫണ്ട് ലെസ് അക്യുമുലേറ്റഡ് ലോസ്. ടോട്ടൽ ഓൺഡ് ഫണ്ടിൽ നിന്നും അക്യുമുലേറ്റഡ് ലോസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഓൺ ഫണ്ടാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ കറൻസി എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്, SDR ആണ്. ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾസ് ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെ ഈവിൾസ് കളയാൻ വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. 3-tier structure of credit society was first recommended by 3-tier ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് കംസ് അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് KFC വെച്ച് നോക്കുമ്പം ഹൈ റിസ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കാരണം ഫണ്ട് വരുന്നത് ഏതൊക്കെ വഴിയാണെന്നുള്ളത് ചാരിറ്റിയിലൊക്കെ നമുക്ക് ഫണ്ട് ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ KYC നോംസ് പ്രകാരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത്, എഡ്യൂക്കേഷൻ വരില്ല, ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് ആണ് വരുന്നത്. ഡാഷ് ഈസ് എ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലോൺ മാനേജ്മെൻറ്റ്. ലോൺ മാനേജ്മെൻറ്റിൻ്റെ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് റിക്കവറി മാനേജ്മെൻ്റ് ആണ്. C ആണ് ആൻസർ. അടുത്തത്, റീസ്ട്രക്ചറിങ് ഓഫ് ലോൺസ് വിൽ ബി ദ നെസസിറ്റി ഇൻ ദ ഡാഷ് പോയിൻ്റ് ഓഫ് വ്യൂ. ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് വായ്പാ പുനഃക്രമീകരണം ആവശ്യകത? ലെൻഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ആസ് എ ചെയർമാൻ. താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ചെയർമാൻ ആയിരിക്കുന്നത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലോക് അദാലത്ത്, ഓപ്ഷൻ ബി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, ഓപ്ഷൻ സി കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ലോക് അദാലത്തിൻ്റെ ആണ് റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ചെയർമാനായിട്ട് പ്രിസൈഡ് ചെയ്യുന്നത്. സർഫേസി ആക്ട് മീൻസ്, സർഫേസിൻ്റെ ഫുൾ ഫോം ആണ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്നാണ് വരുന്നത് കേട്ടോ. റീസ്ട്രക്ചറിങ് അല്ല, റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് 2002. അടുത്തത് RBI ബില്ല്, അതായത് RBIൻ്റെ ബില്ല് എന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ് ചെയ്തതെന്നാണ്. December 1933 ആണ് ആൻസർ. ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ഗവർണർ ഓഫ് RBI. RBIയുടെ ഗവർണറായിട്ട് മൻമോഹൻ സിംഗ് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്നാണ്? September 1982 കോഓപ്പറേറ്റീവ് ബാങ്ക് were brought under the ambit of regulation of RBI എന്നാണ് RBIൻ്റെ കീഴിൽ കോഓപ്പറേറ്റീവ് ബാങ്ക് വന്നത്? 1966. B ആണ് ആൻസർ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ redressal of customer grievance against banking sector was introduced in. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്കറിയാം 1995 ആണ്, ഫെബ്രുവരിയിലാണ്. ക്യാപിറ്റൽ റിസർവ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. റിസർവ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓപ്ഷൻ ബി ഡിവിഡൻഡ് പേയബിൾ ഓൺ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ മെയ്ഡ് ഫോർ ഫിക്സ്ഡ് അസറ്റ്. ഓപ്ഷൻ ഡി സർപ്ലസ് അറൈസിങ് ഔട്ട് ഓഫ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ റിസർവ്, ഈ ഓപ്ഷനിൽ കേട്ടോ. ഇനി അടുത്തത്, എ മെച്ചുറിങ് അസറ്റ് വിൽ ബി. ഒരു അസറ്റ് മെച്ചുർ ആവുകയാണെങ്കിൽ അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം, മെച്ചുറിങ് ലയബിലിറ്റി എന്താണ്? മെച്ചുർ ആയിട്ടുള്ള ലയബിലിറ്റി എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അടുത്തത്, ഡാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. പ്രോഫിറ്റ് പ്ലാനിങ്ങിൻ്റെയും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്ന അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാട്ട് ഈസ് ദ പാരാമീറ്റർ ഓഫ് L ഇൻ ക്യാമൽ SC? ക്യാമൽ SCയിൽ L എന്തിനെ സൂചിപ്പിക്കുന്നു? L എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഓൺഡ് ഫണ്ട്? ഓൺഡ് ഫണ്ടിൻ്റെ ഭാഗമല്ലാത്തത് ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ട്.
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ് ആൻസർ വരുന്നത്. കാരണം അത് ആർക്കാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പേരിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടിട്ടായിരിക്കാം ഓൺഡ് ഫണ്ടിൻ്റെ ഭാഗമാവാത്തത്. ബാക്കി എല്ലാമാണ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത്. നബാർഡ് ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ്, നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ്. Who was the chairman of task force formed in connection with the revival of STCCS? Task force formed in connection of revival of STCCS എന്ന് പറയുന്നത് വൈദ്യനാഥനാണ്. ബി ആണ് ആൻസർ. ദ സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൂപ്പർവൈസറി അതോറിറ്റി എന്ന് പറയുന്നത് നബാർഡാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ RBI ആണ്. ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ചോദിക്കുന്നതെങ്കിൽ നബാർഡാണ് ആൻസർ. ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് ലോൺ ലോസസ് ആർ മെറ്റ് ഔട്ട് ഓഫ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ലോൺ ലോസസും മെറ്റ് ചെയ്യുന്നത് എന്തിൽ നിന്ന് എടുത്തിട്ടാണ്? അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്, ലോൺസ്, ഇൻട്രസ്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് സ്പ്രെഡ്. ഇൻട്രസ്റ്റ് സ്പ്രെഡിൽ നിന്ന് എടുത്തിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ലോൺ ലോസസും മെറ്റ് ചെയ്യുന്നത്. ഡാഷ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. ഏത് ബാങ്കാണ് RBI ആയിട്ട് CRR കെപ്റ്റ് ചെയ്ത് വെക്കേണ്ടത്? ഏത് ബാങ്കുകൾക്കാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണ് RBIയിൽ CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക്, ബാങ്കിൻ്റെ ലോങ് ടൈം ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ വിളിക്കുന്ന പേര് സോൾവൻസി എന്നാണ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ്, RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതിനെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദ സൈസബിൾ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ഫോംഡ് ഓഫ്, ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ സൈസബിൾ പോർഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, അവരുടെ പ്രോഫിറ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഇൻകം, ലോൺസും അഡ്വാൻസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകമാണ്. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജ് പോർഷൻ ഓഫ് ബാങ്ക് ലയബിലിറ്റി, ഒരു ബാങ്കിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഓൺഡ് ഫണ്ട്, ഡെപ്പോസിറ്റ്, ബോറോയിങ്, പ്രൊവിഷൻസ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലയബിലിറ്റി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആണ് ആൻസർ. ഡാഷ് റെക്കമെൻഡഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ റെക്കമെൻഡ് ചെയ്തത് മൊറാർജി ദേശായിയുടെ കീഴിൽ വരുന്ന നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡൺ ബൈ എ ബാങ്ക് വിത്തൗട്ട് പ്രിയർ പെർമിഷൻ ഓഫ് RBI? താഴെ തന്നിരിക്കുന്നതിൽ RBIയുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്ന്. ഇൻസ്റ്റാൾ ATM അറ്റ് ലൈസൻസ്ഡ് ബ്രാഞ്ചസ്, അത് വേണമെങ്കിൽ ചെയ്യാം, RBIയുടെ ലൈസൻസ് വേണ്ട. ഓപ്പണിംഗ് എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ്, അതും വേണമെങ്കിൽ ചെയ്യാം. ഓപ്ഷൻ സി മെർജേഴ്സ് ഒരിക്കലും RBIയുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ആൻസർ. ഡാഷ് ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടേം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനെ വിളിക്കുന്ന പേര് ഫ്ലെക്സി എന്നാണ്. ഓഫറിങ് അഡീഷണൽ സർവീസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അഡീഷണൽ സർവീസ് കൊടുക്കുന്നതിന് ക്രോസ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എൻഗേജ്ഡ് ആസ് എ ബിസിനസ് കറസ്പോണ്ടൻസ്? താഴെ തന്നിരിക്കുന്നതിൽ ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത് ഏതാണെന്നാണ്. NGOs, ഫാമേഴ്സ് ക്ലബ്ബ്, പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ്സ്. പോസ്റ്റ് ഓഫീസാണ്. ഡാഷ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഫ്രം ബാങ്ക് ഓഫ് ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ടു ഹോണർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൽ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ബാങ്ക് അത് ബാങ്ക് ക്ലയൻറ്റിന് പകരമായിട്ട് അത് ഏറ്റെടുക്കുന്ന കമ്മിറ്റ്മെൻറ്റിന് ബാങ്ക് ഗ്യാരണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. ദ പ്രൊവിഷൻ ഓഫ് ത്രിഫ്റ്റ്, ക്രെഡിറ്റ് and other financial services and products of very small amount to the poor for enabling them to raise their income levels and improve their living standards. ഇത് നമ്മുടെ മൈക്രോ ഫിനാൻസിൻ്റെ ഡെഫിനിഷനാണ്. നോ യുവർ കസ്റ്റമർ, അതായത് KYC ഗൈഡ് ലൈൻസ് നോംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ് ഇൻ ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ, നമ്മൾ നോക്കിയായിരുന്നു. KYC ഗൈഡ് ലൈൻസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. അടുത്തത് ഡാഷ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്. RBI ബാങ്കുകളുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്.
ഇപ്പോൾ നേരെ തിരിച്ച് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് താൽക്കാലികമായിട്ട് കുറച്ച് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന റേറ്റിന് ബാങ്ക് റേറ്റും എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ആണെങ്കിൽ ബാങ്ക് ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ 131 ഓഫ് NA ആക്ട് ഈസ് അവൈലബിൾ ടു കളക്ടിംഗ് ബാങ്ക്. കളക്ടിംഗ് ബാങ്കിന് NA ആക്ട് 131 പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. ചെക്ക് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ കളക്ടിംഗ് ബാങ്കിന് എന്ത് കിട്ടുകയുള്ളൂ, 131 പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അടുത്തത്, ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് മോഡ്ഗേജ്. ഒരു മോഡ്ഗേജിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 years 12 വർഷമാണ്. ഇൻട്രൊഡക്ഷൻ ഈസ് നോട്ട് നെസസറി ഇൻ ദ വൺ ഓഫ് ദ ഫോളോയിങ് കേസ്. ജോയിൻ്റ് അക്കൗണ്ടിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, മൈനറിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, ഇല്ലിട്രേറ്റിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, ട്രസ്റ്റ് അക്കൗണ്ടിലാണ് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തത്. ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഷുറൻസ് ഈസ് നോട്ട് അറേഞ്ച്ഡ് ബൈ ദ ബാങ്ക് വിച്ച് ഈസ് ദാറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻഷുറൻസ് കൊടുക്കാത്തത് ഏതിനാണെന്ന്. ഗോൾഡ് പ്ലെഡ്ജ്ഡ് ടു ദ ബാങ്ക് ഇൻ ഗോൾഡ് ലോൺ അക്കൗണ്ട്. ഗോൾഡ് ലോൺ എടുത്തിട്ട് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന അവരെന്തായാലും അതിൽ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. സ്റ്റോക്ക് ഹൈപ്പോത്തിക്കേറ്റഡ് ടു ബാങ്ക്. ബാങ്കിൽ സ്റ്റോക്ക് എന്തെങ്കിലും ഹൈപ്പോത്തിക്കേറ്റ് ചെയ്താലും അതിനും ഇൻഷുറൻസ് തരും. ബിൽഡിംഗ് മോർട്ട്ഗേജ് ടു ദ ബാങ്ക്, അതിനും ഇൻഷുറൻസ് തരും. പക്ഷേ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ എന്തെങ്കിലും വാല്യുബിൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഒരിക്കലും അത് പോയാൽ ഇൻഷുറൻസ് തരില്ല. നാച്ചുറൽ ഗാർഡിയൻ ഓഫ് എ മൈനർ എന്ന് പറയുന്നത് ഫാദർ ആയിരിക്കുള്ളൂ. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ഫാദറാണ്. എ ചെക്ക് ഇഷ്യൂഡ് വിത്ത് ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. ഫ്യൂച്ചർ ഡേറ്റ് ഇട്ട് തരുന്നതിന് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞുപോയ ഡേറ്റ് ഇട്ട് തരുന്നതിന് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ മാർജിൻ ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. നേരത്തെ നോക്കിയതായിരുന്നു, ഓപ്പറേറ്റിംഗ് മാർജിൻ ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റിസ്ക് കോസ്റ്റ്. നമ്മൾ നോക്കിയായിരുന്നു, NP ആയിട്ട് ബന്ധമില്ലാത്തത്. ഇതിലും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ നോക്കിയതായിരുന്നു, അതിൻ്റെ ആൻസർ വരുന്നത് ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ടേക്കൺ ടു ഇൻകം ഹെഡ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. ഇതിൻ്റെ ആൻസർ 100% ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടയർ 1 ക്യാപിറ്റൽ എലമെൻറ്റ്. ഇതിൽ ടയർ 1 ക്യാപിറ്റൽ എലമെൻ്റ് അല്ലാത്തത് ആൻസർ ബിൽഡിംഗ് ഫണ്ടാണ്. റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ റിസർവ്, സർപ്ലസ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ ടയർ 1 ക്യാപിറ്റൽ എലമെൻ്റ് ആണ്. ബിൽഡിംഗ് ഫണ്ടാണ് ടയർ 1 ക്യാപിറ്റൽ എലമെൻ്റ് അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഈസ് ഹാവിങ് സീറോ റിസ്ക് വെയിറ്റേജ്. സീറോ റിസ്ക് വെയിറ്റേജ് ഉള്ളത് ക്യാഷ് ബാലൻസ് ഇൻ ബാങ്ക് ആയിരിക്കും. അതിൻ്റെ ആൻസർ D ആണ് വരുന്നത്. ജനറൽ പ്രൊവിഷൻ ആൻഡ് ലോസ് റിസർവ് വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ സ്റ്റാൻഡേർഡ് അസറ്റ് ആൻഡ് ഡാഷ്. ആൻസർ വരുന്നത് എക്സസ് പ്രൊവിഷൻ മെയ്ഡ് ഓഫ് NPA. ഇതിൽ പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്, എക്സസ് പ്രൊവിഷൻ മെയ്ഡ് ഓഫ് NPA ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. ആൻസർ എക്സസ് പ്രൊവിഷൻ മെയ്ഡ് ഓഫ് NPA. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോർമുല ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് CRAR ദ ന്യൂമറേറ്റർ ഈസ്. CRARൻ്റെ ഇക്വേഷൻ വരുന്നത്, അതല്ലെങ്കിൽ ക്യാപിറ്റൽ അഡ്യൂക്കസി, CRAR അല്ലെങ്കിൽ ക്യാപിറ്റൽ അഡ്യൂക്കസി റേഷ്യോയുടെ ഇക്വേഷൻ വരുന്നത് ക്യാപിറ്റൽ ഫണ്ട് ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100 എന്നാണ്. ഇതിൽ ക്യാപിറ്റൽ ഫണ്ട് ഒന്നുകൂടി ഡിവൈഡ് ചെയ്തിട്ട് ടയർ 1 പ്ലസ് ടയർ 2 ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100. അപ്പം CRARൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അഡ്യൂക്കസി റേഷ്യോയുടെ ഇക്വേഷനിലെ ന്യൂമറേറ്റർ ക്യാപിറ്റൽ ഫണ്ടും ഡിനോമിനേറ്റർ റിസ്ക് വെയ്റ്റഡ് അസറ്റും ആയിരിക്കും. The changes in the market interest rate adversely affect a bank's financial condition. It is called. അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിനെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ്. In the balance sheet liabilities are arranged dash order of liquidity.
അതായത് ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ ലയബിലിറ്റി വരുമ്പം ആദ്യം വരുന്നത് കറൻറ്റ് ലയബിലിറ്റി, ബിൽസ് പേയബിൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ചെറുതായിട്ട് അവസാനം വരുന്നത് ക്യാപിറ്റൽ. അപ്പം ചെറുതിന്ന് വലുതിലോട്ട്. അപ്പം അസെൻഡിങ് ഓർഡറാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഏണിംഗ് അസറ്റ്? നോൺ ഏണിംഗ് അസറ്റ് ഓപ്ഷനിൽ ലോൺ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഇതിൽ ഒട്ടും തന്നെ ഏണിംഗ് അല്ലാത്തത് ഫിക്സഡ് അസറ്റാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. The risk from earning perspective can be measured as changes in. അതിൻ്റെ ആൻസർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. ഡാഷ് മെഷേഴ്സ് ദ മിസ്മാച്ചസ് ബിറ്റ്വീൻ റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി ആൻഡ് റേറ്റ് സെൻസിറ്റീവ് അസറ്റ്. അതിൻ്റെ ആൻസർ ഗ്യാപ്പ് അനാലിസിസ് ആണ്. അതായത് റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റിയും റേറ്റ് സെൻസിറ്റീവ് അസറ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ ഗ്യാപ്പ് അനാലിസിസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം? ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം അല്ലാത്തത് ഷെയർ ക്യാപിറ്റലാണ്. ബാക്കിയെല്ലാനും ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റമാണ്. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എനി എക്കണോമിക് യൂണിറ്റ് ഡിസ്ക്ലോസിങ് അറ്റ് എ ഗിവൺ മൊമെൻറ്റ് ഓഫ് ടൈം. അതായത് ഗിവൺ മൊമെൻറ്റ് ഓഫ് ടൈമിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ്സ് ടു സ്റ്റാഫ് ഈസ് ഡാഷ്. സാലറിയും അതർ പേയ്മെൻറ്റ്സ് ടു സ്റ്റാഫ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ റിട്ടേൺ? താഴെ തന്നിരിക്കുന്നതിൽ ഫിനാൻഷ്യൽ റിട്ടേൺ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മിസ്സലേനിയസ് ഇൻകം, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ അഡ്വാൻസ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. മിസ്സലേനിയസ് ഇൻകം ആണ് ഫിനാൻഷ്യൽ റിട്ടേൺ അല്ലാത്തത്. ഇഫ് ദ അസറ്റ് എക്സീഡ് ലയബിലിറ്റി ദ ബിസിനസ് ഈസ് കൺസിഡേർഡ്. ലയബിലിറ്റീനേലും കൂടുതൽ അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് അറിയപ്പെടുന്നത് സോൾവെൻ്റ് ആണെന്നാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റർ കറൻറ്റ് ലയബിലിറ്റി ആണ്. An application for registration of a society shall be disposed by registrar within dash the date of receipt of application. അതായത് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടി അത് എത്ര ദിവസത്തിനുള്ളിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നാണ്. 90 ദിവസമാണ്. Every application made to the registrar for the registration of amendment of bylaw shall be signed by dash and dash. അതായത് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പം അതിൽ സെക്രട്ടറിയും 2 മെമ്പേഴ്സ് 2 കമ്മിറ്റി അംഗങ്ങളും സൈൻ ചെയ്തിരിക്കണം. ഡി ആണ് ആൻസർ. Which among the following shall not contain the registration certificate of society? സൊസൈറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരാത്തതെന്ന്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇല്ലാത്തത്. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ടാവും, കോഡ് സിമ്പിൾ ഫോർ ദ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. എ ആണ് വരാത്തത്. എ മെമ്പർ ഓഫ് സൊസൈറ്റി മേ ബി റിമൂവ്ഡ് ഫ്രം മെമ്പർഷിപ്പ് ബൈ. ഒരു സൊസൈറ്റിയുടെ മെമ്പറിനെ റിമൂവ് ചെയ്യുന്നത് ബോർഡാണ്. ബി ആണ് ആൻസർ. ദ ഷെയർ ഓഫ് സൊസൈറ്റി ഷാൽ നോട്ട് ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു ഡാഷ് ബൈ ദ മെമ്പേഴ്സ്. ഒരിക്കലും സൊസൈറ്റിയിലുള്ള ഷെയർ ആ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊരു സൊസൈറ്റിയിലോ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പാടില്ല. സി ആണ് ആൻസർ. ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി.